രാവിലെ 5 മണിക്ക് എണീച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് പോയി നമ്മള്. പോയി ഏതോ ആമസോൺ വെള്ളത്തിൽ തോന്നുന്നു. നമ്മളെ കുന്നിന് മുകളിലെത്തില്ലേ? രാവിലെ ഒരു കാട്ടിലൂടെ ഒരു യാത്ര. വിചാരിച്ച സാധനം കഴിച്ചിട്ട് എന്തോ കുന്ന് വന്ന് വെച്ചിട്ട് കിട്ടില്ല. കുന്ന് വെച്ചില്ല. ഇതേപോലത്തെ ഒരു സ്ഥലം എന്തായാലും വേറെ ഉണ്ടാവില്ല. രാവിലെ വരാൻ പറ്റിയ സ്ഥലല്ലേ? സംഭവം ചുറ്റും ഒന്നും കാണാനില്ല. ഈ ഒരു ഇറ്റാച്ചി ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട് ഈ കുന്നിന്റെ മണ്ടക്ക്. ഇന്നലെ തോന്നിയൊരു സ്ഥലം, തോന്നിയല്ല റീലില് കണ്ടൊരു സ്ഥലം കണ്ടു, ഇഷ്ടപ്പെട്ടു. ആ ഫ്രെയിമും ഇഷ്ടപ്പെട്ടു. അത് ഞങ്ങളുടെ എടുക്കാൻ വന്ന അങ്ങോട്ട്. എത്ര മണിക്കാണ് നമ്മൾ ഇറങ്ങിയത്? ഒരു 4:30 ഇറങ്ങിയതാ. 4:30 ഇറങ്ങി നമ്മളിവിടെ എത്തി. നമ്മൾ കണ്ട കാഴ്ച ഈ കാണുന്നതാണ്. 60 കിലോമീറ്റർ. 60 കിലോമീറ്റർ. ചെറിയൊരു മഴ, നല്ല തണുപ്പും, നല്ല വ്യൂ. ഇവിടെ വന്നപ്പോ കിട്ടിയൊരു ഫീല് വേറെ തന്നെയാണ്. JCB കാണാൻ വേണ്ടി വന്നു 60 കിലോമീറ്റർ. ഇറ്റാച്ചി കാണാൻ 60 കിലോമീറ്റർ. നല്ല ഫ്രെയിമിന് വേണ്ടിയാണ് വന്നത്. ശരിക്കും പറഞ്ഞാൽ ഒറ്റ ഫ്രെയിമിന് വേണ്ടി മാത്രമേ നമ്മൾ അത്രയും ദൂരം വണ്ടി ഓടിച്ച് ഈ കാണുന്ന കാഴ്ചയും കണ്ട്. പക്ഷെ അത് കാണാൻ തന്നെ വേറെ തന്നെ രസമായിരുന്നു കാണാൻ. സത്യം. അതെ. ഇനി ഇവിടെ ഒരു വരുന്ന വഴിക്ക് ഒരു പൊറോട്ടയും ബീഫും കിട്ടുന്നത്. ബീഫ് കറി, പിന്നെ ഒരു പൊറോട്ടയും അതൊക്കെ കഴിക്കാം. അതിലുള്ളൊരു സ്മെല്ലടിച്ചു വരുന്ന വഴിക്ക്. വരുന്ന വഴിക്ക് സ്മെല്ലടിച്ചു. ഞാൻ അവിടെ പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കും. നല്ല വിശപ്പുണ്ടിക്കും. ഓ നല്ലോണം രാവിലെ എണീച്ചോണ്ടാവും ഫുഡ്. നമ്മുടെ വീക്ക്നെസ് ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ടാകും. ഏതാട്ടാ കോട? നല്ല കോടയും. കോടാന്ന് പറഞ്ഞ ഇപ്പൊ സമയത്ത് ഏകദേശം ഒരു 7:30 മണി. ഓ എമ്മാനി കോട. സൂര്യൻ ഇവിടെ ഉദിക്കലാണ്. അങ്ങനത്തെ സാർ തണുത്ത് പറിച്ചിട്ടേ നല്ല തണുപ്പുണ്ട്. തല മൊത്തം നനഞ്ഞു. അപ്പോ നല്ല തണുപ്പുണ്ട്. ചായ കിട്ടിയേ പറ്റൂ. അപ്പൊ ചായ കുടിക്കാൻ പോകാം നമുക്ക്. ഓക്കെ, ഇവിടത്തെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ചായ കുടിക്കാം. ചേർത്ത് പോന്ന വഴിക്കതോ അമ്പലമുണ്ട്. കിടില അമ്പലം. പക്ഷെ നല്ല രസം കേട്ടോ. ശരിക്കും കിടില അമ്പലം കാണിച്ചതുകൊണ്ട് ഉടനെ കിടില അമ്പലം കാണിച്ചതാ. പോന്ന വഴിക്ക് എപ്പം കാണും പോലും. പക്ഷെ നല്ല അടിപൊളി അമ്പലം. ഓ ഏതാ അമ്പലം? അമ്പലത്തിലേക്ക് പോകാൻ ഇത് നോക്കി അടുക്ക് പുഴയൊക്കെ ആയിട്ട്. ഞാൻ കുറേ വിചാരിക്കുന്നു ഈ പാലം കാണുന്ന സമയത്ത് ഇങ്ങോട്ട് വരണമെന്നുള്ളത്. എപ്പം ബൈക്കിന് പോകുന്ന സമയത്ത് ഇവിടെ കയറണം എന്ന് വിചാരിക്കും. ഇതുവരെ വന്നില്ലല്ലോ. ഫസ്റ്റ് ടൈമാണ്. ഞാൻ തന്നെ വേണം. ഇത് മറ്റേ കൊട്ടിയൂർ അമ്പലം ഭയങ്കര സംഭവം ഉണ്ടായിരുന്നല്ലേ, ഒരു ഉത്സവം ഉണ്ടായിരുന്നല്ലേ കൊട്ടിയൂർ അമ്പലത്തിൽ പരിപാടി. ആ സമയത്ത് വല്ലാണ്ട് ഫേമസ് ആയ ഒരു അമ്പലം ഇതാ. ഈ പാലും ഈ അമ്പലം. ഈ പാട്ടും കൂടെ എനിക്ക് വൈബായനല്ലേ. അത് വൈകുന്നേരം ഉണ്ടാവുക. അല്ല എന്താ രാവിലെ ചില അമ്പലത്തിൽ മാത്രമേ വെക്കൂലൂ, എല്ലാ അമ്പലത്തിലും വെക്കില്ല. കിടുന്നല്ലേ. ഓ പിന്നെ പറയണ്ട. അമ്പലത്തിലേക്ക് പോകുന്ന ഇങ്ങനെ ആദ്യമായിട്ടാണെന്ന് ഇത്രയും ഇങ്ങനെ ഇല്ല കണ്ടിട്ട് കേട്ടില്ല. ഞാൻ പോയില്ല. കുളിക്കാത്തോണ്ടാണ് അമ്പലത്തിൽ കയറ്റി തൊഴിക്കാത്തത്. മറ്റേ വ്യൂ പോയിന്റ് കിട്ടാൻ വേണ്ടി പോയതാണ്. അപ്പോൾ പോണ വഴിക്ക് ഈ അമ്പലം കൂടെ നമുക്ക് ക്യാച്ചായി. അപ്പോൾ അങ്ങനെ കയറി. ഇനി നമുക്ക് നിന്റെ ഒരു ആഗ്രഹം സാധിച്ചില്ലേ? ആഗ്രഹം സാധിച്ചു. എനിക്ക് അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നാണ്. എപ്പോഴും വിചാരിക്കും ഞാൻ അത് അവിടെ നിന്ന് വരുമ്പോഴേ നോക്കുന്നുണ്ടാ ഇതെവിടെ കഴിഞ്ഞോ എന്നുള്ളത്. പക്ഷെ ഇപ്പൊ കിട്ടി. വണ്ടി ഉള്ളതുകൊണ്ട് അതും കിട്ടി. എന്റെ കാലിൽ നിന്ന് ഒരു അട്ടയും കിട്ടി. അട്ടയെ ശ്രദ്ധിക്കാണ്ട് ഗൈസ്, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അട്ടനെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി. ഇപ്പൊ കാലൊരു അട്ട. ദിവസം അടിപൊളിയല്ലേ. തുടക്കം ഞങ്ങൾ അടിപൊളിയാണ്. അതാണ് മൊത്തത്തില് നമുക്ക് ഒരു സംഭവം കിട്ടിയില്ലേ. അച്ഛന് വന്ന് പെട്ട സ്ഥലം ഉണ്ടോ? സ്ഥലം അടിപൊളി. ബീഫ് കഴിക്കാനാണ്. ബീഫും കുഴപ്പമില്ല, നല്ല രസമുണ്ട്. അതല്ലേ.
കൊറേ തപ്പിയതാണ് രാവിലെ. എത്ര നേരെ തപ്പുന്നറിയോ രാവിലെ സത്യം രാവിലെ ഏടിയും തുറക്കൂല അങ്ങനെ. അതെ ഇരുട്ടിയല്ല നമ്മളെവിടെയാ ഒരു ഉള്ളി കഷ്ണമാണല്ലേ ഉള്ളി കഷ്ണം കണ്ട് എന്താ ബീഫ് ഉള്ളി കഷ്ണം വെച്ചിട്ട് ബീഫ് വെച്ചിട്ട് നല്ല ഫ്ലേവർ അല്ലേ? കൊള്ളാം, എനിക്കിഷ്ടായി. ഞാൻ കഴിക്കട്ടെ. ചായ എവിടെയും കിട്ടാനില്ല പ്രോട്ടീൻ ബീഫ്, ഭയങ്കര കഷ്ടപ്പാണ്. അതെ, കൊറേ സ്ഥലത്ത് അന്വേഷിച്ച് അവസാനം കിട്ടിയ സ്ഥലമാണിത്. എന്തുകൊണ്ടും ബൈക്ക് ഞാൻ ഓടിച്ചു നന്നായി. ചായ ചായല്ലേടാ? ചായ കാപ്പി തിരിച്ചറിയാം. അശ്വിനാണെങ്കിലോ ബീഫ് കഴിച്ചേ പറ്റൂ എന്നുള്ള ഒറ്റ ഇതിലിങ്ങനെ നിൽക്കരുത്. അങ്ങനെ ആ കറക്റ്റ് സ്പോട്ടിൽ തന്നെ എത്തിയവൻ. അതെ, ബീഫ് കഴിക്കാൻ വേണ്ടി വായൊക്കെ തടുത്ത് വെച്ചടിക്കുന്നുണ്ട്. നല്ല അടിയാ. വീഡിയോ എടുക്കുന്ന സമയത്ത് മുടി വെട്ടി അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. പൊക്കണ്ട, അങ്ങനെ തന്നെ ചെയ്യും. നല്ല ചൂട് ചായ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവും ചൂട് ചായയും. ചൂടുള്ള ചായ തട്ടുമ്പോഴല്ല, രണ്ടും കൂടെ ആകുമ്പോ വേറെ ഫീൽ. നല്ല ചൂട് ചായ എരിവിൽ കുടിക്കുമ്പോൾ അടിപൊളി. ഹോട്ടൽ ശശീന്ദ്ര ഹോട്ടൽ, 3-ാം പാലം. സംഭവം റേറ്റ് വളരെ കുറവാട്ടോ, അതാണ് മെയിൻ ആയി. അല്ലടാ, നമ്മൾ വിചാരിക്കുന്ന റേറ്റ് ആയില്ലല്ലോ. ബീഫിനൊരു 160 അങ്ങനെ, എല്ലാം കൂടെ ഒരു 300 പ്രതീക്ഷിന്. അല്ല 4 പൊറോട്ട, നമ്മൾ 4 പൊറോട്ട, 2 ബീഫ്, 2 ചായ, 200 രൂപ. മനസ്സിന് സന്തോഷം, വയറിന് സന്തോഷം, കടക്കാരന് സന്തോഷം. ഇതാണ് ഹോട്ടൽ, മറക്കണ്ട കേട്ടോ. ശശീന്ദ്ര ഹോട്ടൽ, 3-ാം പാലം.